BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പുതിയ പ്രതീക്ഷകളുമായി പുതുവർഷം എത്തുമ്പോൾ വികസനത്തിന്റെയും വളർച്ചയുടെയും പാതയിൽ മുന്നേറുകയാണ് ബഹ്റൈൻ. ഹമദ് രാജാവിന്റെ മാർഗദർശനത്തിലും പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലും രാജ്യം വികസന രംഗത്ത് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. വ്യാവസായിക ഉൽപ്പാദന രംഗത്ത് രാജ്യം കൈവരിച്ചിട്ടുള്ള വളർച്ച പുതുവർഷത്തിൽ വികസന രംഗത്തിന് വളരെയേറെ സഹായകമാകും. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംരംഭവും ഊർജ്ജ മേഖലയിൽ നിർണായകവുമായ ബാപ്കോ ആധുനികവൽക്കരണ പദ്ധതി കഴിഞ്ഞ മാസമാണ് ഉദ്ഘാടനം ചെയ്തത്. സാമ്പത്തിക പുരോഗതിക്കും വികസനത്തിനും ശക്തി പകരാനും രാജ്യത്തിന്റെ ഊർജ്ജ പരിവർത്തന നയത്തെ വേഗത്തിലാക്കാനും BMPയുടെ പങ്ക് സഹായകമാകും. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന മേഖലയിലെയും ആഗോളതലത്തിലെയും ഏറ്റവും നൂതനമായ റിഫൈനറികളിലൊന്നായി ബാപ്കോ ഇതോടെ മാറിയിട്ടുണ്ട്. ബഹ്റൈൻ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂലധന നിക്ഷേപമാണ് സുപ്രധാനമായ ഈ പദ്ധതി. 15 സബ്സ്റ്റേഷനുകളും 21 പുതിയ പ്രോസസ്സിംഗ് യൂണിറ്റുകളും അടങ്ങുന്ന പദ്ധതി പ്രാദേശിക പങ്കാളികൾക്കൊപ്പം പ്രമുഖ കമ്പനികളുടെ ആഗോള കൺസോർട്ടിയമാണ് നടപ്പാക്കിയത്. അൽബയും സൗദി അറേബ്യൻ മൈനിംഗ് കമ്പനിയും പരസ്പരം സഹകരിക്കാനുള്ള തീരുമാനം രാജ്യത്തിന്റെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്മൽറ്ററുകളിലൊന്നായ അൽബ രാജ്യത്തിന്റെ അഭിമാനമാണ്. പ്രതിവർഷം 1.62 ദശലക്ഷം മെട്രിക് ടൺ ഉൽപ്പാദനശേഷിയുള്ള അൽബ 50 വർഷത്തെ പാരമ്പര്യമുള്ള ലോകത്തെ മുൻനിര അലൂമിനിയം സ്മെൽറ്റാണ്. മാദിനുമായുള്ള സഹകരണത്തോടെ ഉൽപ്പാദനശേഷി വിപുലീകരിക്കപ്പെടും. ബഹ്റൈന്റെ GDPയുടെ 14% വ്യാവസായിക ഉൽപ്പാദന വ്യവസായത്തിന്റെ സംഭാവനയാണെന്നും ശ്രദ്ധേയമാണ്. എന്നും നിക്ഷേപ സൗഹൃദ രാജ്യമായ ബഹ്റൈനിലെ വിദേശ നിക്ഷേപം 399.2 ദശലക്ഷം ദീനാറായി എന്നതും പ്രതീക്ഷ നൽകുന്നതാണ്. ഉൽപ്പാദന മേഖലയ്ക്ക് പുറമെ ടൂറിസം, ധനകാര്യ സേവന മേഖലകളിലും പുതിയ നിക്ഷേപം വരുന്നു. ഈ നിക്ഷേപങ്ങൾ അടുത്ത 3 വർഷത്തിനുള്ളിൽ 5400 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊഴിൽ താമസ വിസ നിയമം ലംഘിച്ചവരെയും രേഖകളില്ലാത്ത തൊഴിലാളികളെയും കണ്ടെത്തുന്നതിനായി ഈ വർഷം ഇതുവരെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നടത്തിയത് 56,412 പരിശോധനകളെ തുടർന്ന് 6,925 പേരെ നാടുകടത്തി. ഡിസംബർ 22 മുതൽ 28 വരെ 817 പരിശോധനകൾ നടത്തി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 154 പേരെ നാടുകടത്തി. 14 സംയുക്ത ക്യാമ്പയിനുകൾ നടത്തുകയും 43 നിയമലംഘകരെ കണ്ടെത്തുകയും ചെയ്തു. സംയുക്ത പ്രചാരണങ്ങൾ കൂടുതലും കേന്ദ്രീകരിച്ചത് ക്യാപിറ്റൽ ഗവർണറേറ്റിലാണ്. സദേൺ ഗവർണറേറ്റിൽ 2, മുഹറക് നോർത്തേൺ ഗവർണറേറ്റുകളിൽ 1 വീതവും പരിശോധനകൾ നടത്തി. ദേശീയത, പാസ്പോർട്ട്, താമസകാര്യങ്ങൾ അതത് ഗവൺമെന്റിന്റെ പോലീസ് ഡയറക്ടറേറ്റ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രൈം ഡിറ്റക്ഷൻ ആൻഡ് ഫോറൻസിക് എവിഡൻസ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് വെർഡിക്ട് എൻഫോഴ്സ്മെന്റ്, ഓൾട്ടർനേറ്റീവ് സെൻസിംഗ് എന്നിവയുമായി സഹകരിച്ചാണ് പരിശോധനകൾ നടന്നത്. വ്യവസായ വാണിജ്യ മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, മുനിസിപ്പാലിറ്റീസ് അഫയേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ മന്ത്രാലയം, സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ ഉൾപ്പെടെ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ പങ്കാളികളായിരുന്നു. രാജ്യത്തെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ ആംബുലൻസ് സർവീസിന് തുടക്കം കുറിച്ച് ബഹ്റൈനിലെ നാഷണൽ ആംബുലൻസ് സെന്റർ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ആരംഭിച്ച ഗവൺമെന്റ് ഇന്നോവേഷൻ മത്സരത്തിൽ ഉയർന്ന ഈ നിർദ്ദേശത്തിന് സർക്കാർ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണിത്. ഗതാഗത കുരുക്കുകളും ഇടുങ്ങിയ റോഡുകളും മൂലം ആംബുലൻസുകൾക്ക് പെട്ടെന്ന് എത്താൻ കഴിയാത്ത പ്രദേശങ്ങളിൽ വേഗത്തിൽ സേവനം ലഭ്യമാക്കാൻ ഇത് ഉപകരിക്കും. എല്ലാ ഗവർണറേറ്റുകളിലും ഈ സേവനം ലഭ്യമാകും. സേവനം ആവശ്യമുള്ളവർ എമർജൻസി ഹോട്ട്ലൈൻ വിളിക്കണം. നാഷണൽ ആംബുലൻസ് ഓപ്പറേഷൻ റൂം കോളുകൾ കൈകാര്യം ചെയ്യും. ആംബുലൻസ് മോട്ടോർ സൈക്കിളുകൾ വഴി ഫസ്റ്റ് റെസ്പോണ്ട് യൂണിറ്റുകളെ വിന്യസിക്കുന്നതാണ് ആദ്യഘട്ടം. ഇടുങ്ങിയ നിരത്തുകളും ഗതാഗത കുരുക്കുകളും കാരണം ആംബുലൻസ് വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിലാണ് മോട്ടോർ സൈക്കിൾ ആംബുലൻസുകൾ എത്തുക. രണ്ടാം ഘട്ടത്തിൽ ഹൃദയ ശ്വസന സ്തംഭനം, അപകടങ്ങളും പരിക്കുകളും, എല്ലാത്തരം രക്തസ്രാവം, ഹൃദയാഘാതം, മുങ്ങിമരണം, കഠിനമായ ശ്വാസം മുട്ടൽ, ബോധക്ഷയം, രക്തത്തിലെ പഞ്ചസാര കുറയൽ, അടിയന്തര പ്രസവം തുടങ്ങിയ കാര്യങ്ങൾ ഈ സംവിധാനം പ്രവർത്തിക്കും. പരമ്പരാഗത ആംബുലൻസ് സേവനങ്ങളുമായി ഏകോപിപ്പിച്ചായിരിക്കും ഇത് പ്രവർത്തിക്കുക. മോട്ടോർ സൈക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പാരാമെഡിക്കൽ ജീവനക്കാരുടെ ഒരു സംയോജിത ടീമാണ് എത്തുക. ഇവർക്ക് ഓൺ റോഡ് ആംബുലൻസ് സേവനങ്ങളിൽ തീവ്ര പരിശീലനവും നൽകിയിട്ടുണ്ട്.
അൽ ഫുർഖാൻ അധ്യായം അടിസ്ഥാനപ്പെടുത്തി ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ നടത്തിയ ഖുർആൻ വിജ്ഞാന പരീക്ഷയിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ സുബൈദ KV, സലീം EK, റുസ്ബി ബഷീർ എന്നിവർ ജമാഅത്ത് ഇസ്ലാമി കേരള അധ്യക്ഷൻ P. മുജീബ് റഹ്മാനിൽ നിന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ പ്രസിഡന്റ് സുബൈർ MM അധ്യക്ഷത വഹിച്ചു. ജാസിർ PP, സയ്യിദ് റമദാൻ നദ്വി, ജമാൽ നദ്വി, സമീർ ഹസൻ, സക്കീർ ഹുസൈൻ, സാജിദ സലീം, മൂസ K. ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവകാരുണ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് അഥവാ പ്രതീക്ഷ ബഹറിന്റെ വാർഷിക പൊതുയോഗവും 2025 വർഷത്തേക്കുള്ള സംഘടനാ തെരഞ്ഞെടുപ്പും നടന്നു. ഗുദൈബയിലെ ചായക്കട റെസ്റ്റോറന്റിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ ഹോപ്പിന്റെ രക്ഷാധികാരി ഷബീർ മാഹി അധ്യക്ഷനായി. ഹോപ്പ് സെക്രട്ടറി ജോഷി നെടുവേലിൽ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫുഡ് കിറ്റുകൾ, ഗൾഫ് കിറ്റുകൾ, ഭക്ഷണം, എയർ ടിക്കറ്റ്, യാത്രാ സഹായം, ഹോസ്പിറ്റൽ ശുശ്രൂഷകൾ, മരുന്ന്, ചികിത്സാ സഹായം തുടങ്ങി വിവിധ മേഖലകളിലൂടെ 1000-ലധികം അർഹതപ്പെട്ടവർക്ക് സഹായം എത്തിക്കാൻ സാധിച്ചതായും സെക്രട്ടറി വിശദമായ റിപ്പോർട്ടിലൂടെ അറിയിച്ചു. ട്രഷറർ അൻസാർ മുഹമ്മദ് വരവു ചെലവ് കണക്ക് അവതരിപ്പിച്ചു. തുടർന്ന് രക്ഷാധികാരി ഷബീർ മാഹി ഭരണാധികാരിയായി പുതിയ വർഷത്തേക്കുള്ള കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഹോപ്പിന്റെ 2025 വർഷത്തെ ഭാരവാഹികളായി ഷിബു പത്തനംതിട്ട, ജയേഷ് കുറുപ്പ്, താലിബ് ജാഫർ എന്നിവരെ തെരഞ്ഞെടുത്തു. മുഹമ്മദ് റഫീഖ്, ഷാജി എളമ്പിലായി, ജോഷി നെടുവേലിൽ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഷ്കർ പുഴിത്തല, മുജീബുർ റഹ്മാൻ, മനോജ് സാമ്പർ, നിസാർ മാഹി, ഷിജു CP, ഫൈസൽ പട്ടാണ്ടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഗിരീഷ് കുമാർ G സ്വാഗതം പറഞ്ഞ യോഗത്തിന് താലിബ് ജാഫർ നന്ദി പറഞ്ഞു. ഹോപ്പുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 34338436 എന്ന നമ്പറിലോ 39889317 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ശ്രീകണ്ഠാപുരം വളക്കയിൽ ഒരു കുട്ടിയുടെ മരണത്തിനിടയാക്കിയ സ്കൂൾ ബസ് അപകടത്തിന് കാരണം ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതല്ലെന്ന് കണ്ടെത്തൽ. അപകടത്തിന് കാരണമാകുന്ന മറ്റ് മെക്കാനിക്കൽ തകരാറുകൾ വാഹനത്തിനില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് RTOക്ക് നൽകി. ബസിന്റെ ബ്രേക്ക് പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായി എന്നായിരുന്നു ഡ്രൈവറുടെ മൊഴി. അമിത വേഗവും ഡ്രൈവറുടെ പരിചയക്കുറവും അപകട കാരണമായെന്നാണ് പ്രാഥമിക നിഗമനം. ഡ്രൈവർ മദ്യപിച്ചിരുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. ഇയാൾക്കെതിരെ ശ്രീകണ്ഠാപുരം പോലീസ് കേസെടുത്തു. മെഡിക്കൽ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് കത്ത് നൽകി. ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും നീക്കം നടക്കുന്നുണ്ട്. അപകട സമയത്ത് ഡ്രൈവർ നിസാ മൊബൈൽ ഉപയോഗിച്ചതായും സൂചനയുണ്ട്. അപകടം നടന്ന അതേ സമയത്ത് തന്നെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപകടത്തിൽ മരിച്ച കുറുമാത്തൂർ ചിന്മയ സ്കൂൾ 5ാം തരം വിദ്യാർത്ഥിനി, ചെറുക്കളനാഗം സ്വദേശിനി വായ്ക്കൽ വീട്ടിൽ നേതിയാസ് രാജേഷിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പരിക്കേറ്റ 18 വിദ്യാർത്ഥികൾ ചികിത്സയിൽ തുടരുകയാണ്. ആരുടെയും നില ഗുരുതരമല്ല. ഇന്നലെ വൈകിട്ട് 4:30യോടെയാണ് വളക്കയിൽ വെച്ച് ബസ് മറിഞ്ഞത്. കിരാത്ത് ഭാഗത്ത് നിന്ന് പഞ്ചായത്ത് റോഡിൽ നിന്ന് വന്ന ബസ് കുത്തനെയുള്ള ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട കീഴ്മേൽ മറിഞ്ഞ് സംസ്ഥാന പാതയിൽ പതിക്കുകയായിരുന്നു. ബസ്സിൽ നിന്ന് തെറിച്ചു വീണ നേദ്യ ബസ്സിനടിയിൽപ്പെട്ട് 18 വിദ്യാർത്ഥികളും ഡ്രൈവറും ആയിയും ഉൾപ്പെടെ 20 പേർക്കാണ് പരിക്കേറ്റത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ബസ് ഉയർത്തി നേദിയെയും മറ്റു കുട്ടികളെയും പുറത്തെത്തിച്ചു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേദ്യ മരിച്ചു. ചെറുക്കൽ നാഗത്തെ MP രാജേഷിന്റെയും സീനയുടെയും മകളാണ് സഹോദരി വേദ. സംസ്കാരം പിന്നീട്. കൊടക്കാട് കൂട്ടുമൂച്ചിയിൽ മധുര നാരങ്ങയുടെ അല്ലി തൊണ്ടയിൽ കുടുങ്ങി 2.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കോലക്കൽ സാദിഖിന്റെയും ഫൗസിയയുടെയും മേഘമകൾ അൽഷ്ബ സാദിഖാണ് മരിച്ചത്. ചെളാരിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കണ്ടെയ്നർ ലോറി തട്ടി ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. പരപ്പനങ്ങാടി ടൗണിലെ ഫർഷോഷ പർദ പാലസ് ജീവനക്കാരൻ നമ്പുളം റോഡിന് സമീപം സൂപ്പി മക്കാനക്കത്ത് അബ്ദുൾ സമദിന്റെ മകൻ സുഹൈലാണ് മരിച്ചത്. പുത്തൻപിടികയിൽ ബുധനാഴ്ച വൈകുന്നേരമാണ് സംഭവം. കണ്ടെയ്നർ ലോറി ബുള്ളറ്റ് ബൈക്കിനെ മറികടക്കവെയായിരുന്നു അപകടം. ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെ പ്രഥമ ചികിത്സയ്ക്ക് വിധേയമാക്കി. മാതാവ് സുബൈദ, സഹോദരങ്ങൾ ഷഹന, ഷിഫ്ന. ഖബറടക്കം വ്യാഴാഴ്ച. ഖബറടക്കം ഇന്ന് പരപ്പനങ്ങാടി പനയത്തിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിയിൽ. ജലവൈദ്യുത ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് KCB ലക്ഷ്യമിടുന്ന പംപ്ഡ് സ്റ്റോറേജ് പദ്ധതി നടത്തിപ്പിനുള്ള താൽപ്പര്യപത്രം ക്ഷണിക്കുന്നതടക്കം പ്രാരംഭ നടപടികൾ പൂർത്തീകരിക്കാൻ 60 ലക്ഷം രൂപയുടെ കരാർ. SBI ക്യാപ്സ് എന്ന സ്ഥാപനത്തിനാണ് കരാർ നൽകാൻ ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം. താൽപ്പര്യപത്രം ക്ഷണിച്ച് കരാറുകാരെ കണ്ടെത്തൽ, നിബന്ധനകൾ തയ്യാറാക്കൽ തുടങ്ങിയ ചുമതലകൾക്ക് പുറമെ പണം സമാഹരിക്കാനുള്ള സാധ്യത കണ്ടെത്തലും ട്രാൻസാക്ഷൻ അഡ്വൈസർ കരാറിന് തെരഞ്ഞെടുത്ത കമ്പനിയാണ് നിർവഹിക്കേണ്ടത്. കരാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനുമുള്ള സംവിധാനം KCB ഏർപ്പെടുത്തും. PSPകൾ കേരളത്തിൽ ആദ്യമായി തന്നെ കാര്യക്ഷമമാക്കാനും സമയബന്ധിതമായും പൂർത്തിയാക്കാൻ
നടപ്പാക്കാൻ ട്രാൻസാക്ഷൻ അഡ്വൈസർ ചുമതലപ്പെടുത്തുന്നതാവും ഉചിതമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SBI ക്യാപ്സിന് കരാർ നൽകാനുള്ള തീരുമാനം. സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുതോൽപാദനം വർദ്ധിപ്പിക്കാൻ പകൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം വെള്ളം ഉയർന്ന സ്ഥലത്തെ റിസർവോയറിലേക്ക് പമ്പ് ചെയ്ത് ശേഖരിച്ച പീക്ക് സമയങ്ങളിൽ ടർബൈനുകൾ പ്രവർത്തിക്കാൻ വീണ്ടും ഉപയോഗിക്കുന്ന PSPകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള നിലപാടിലാണ് ഊർജ്ജ വകുപ്പ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.